everyone. Welcome to Kunya's World. എല്ലാവർക്കും ഞങ്ങളുടെ ഈ ചെറിയ വലിയ ലോകത്തിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങൾ എന്താ അടിപൊളിയായിട്ടിരിക്കുന്നു. അപ്പൊ ഇന്ന് ഞങ്ങളൊരു വലിയ ട്രിപ്പിന് പോവുകയാണ്. വലിയ ട്രിപ്പ് ഒന്നല്ല, എന്നാലും ഒരു 4 ദിവസത്തെ, ഞങ്ങളെ സംബന്ധിച്ച് ഭയങ്കര വലിയ ട്രിപ്പാണ്. 4 ദിവസത്തെ ട്രിപ്പാണ്. അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റും സന്തോഷവും ഒക്കെ ഉണ്ട് കേട്ടോ. കാരണം ഇതുപോലെ ഒരു ട്രിപ്പ് ഞങ്ങൾ ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം പോയിട്ടുള്ളൂ. അത് അടിച്ച് പൊളിച്ച് തകർത്താണ് തിരിച്ചു വന്നത്. അന്നും BC ആയിരുന്നു, ഇന്നും BC ആണ്. പക്ഷെ അന്ന് BCയില് വാൻകൂവർ, വിക്ടോറിയ അങ്ങനെയൊക്കെ ആയിരുന്നു. ഇന്ന് BCയില് പോകുന്നത് റിവൽസ്റ്റോക്ക് ആൻഡ് ഗോൾഡൻ, ഈ 2 സ്ഥലങ്ങളിലാണ് കേട്ടോ. അപ്പോ ഇനി അങ്ങോട്ട് പോകുന്ന വഴിയെ ബാക്കിയുള്ള വിശേഷങ്ങളെല്ലാം പറയാം. അപ്പൊ എന്തായാലും ഇന്ന് ഞങ്ങൾ പോകുമ്പോ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങള് എന്തായിരുന്നു വെച്ചാൽ നമ്മുടെ പ്ലാൻ 4 മണിക്ക് എഴുന്നേൽക്കുന്നു, 5 മണിക്ക് റെഡിയായി ഇറങ്ങുന്നു. ഭയങ്കര പ്ലാനിങ് ആയിരുന്നു. പക്ഷെ ഇപ്പൊ സമയം 8:54 രാവിലെ ആയി, 8:55 ആയിട്ടോ. അതെ, 4 മണിക്കൂർ ഞങ്ങൾ ലേറ്റ് ആയി. ആദ്യമായിട്ടായിരിക്കും ഞങ്ങൾ ഇത്രയും ലേറ്റ് ആയിട്ട് പോകുന്നത്. പക്ഷെ സാരമില്ല, ഞങ്ങൾക്ക് നന്നായിട്ട് ഉറങ്ങി എഴുന്നേറ്റ് ഡ്രൈവ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. കാരണം 7.5 മണിക്കൂർ ഡ്രൈവ് ഉണ്ട് ഇവിടുന്ന് റിവൽസ്റ്റോക്കിലേക്ക്. അപ്പൊ ആ 7.5 മണിക്കൂർ നമ്മൾ അറ്റ് സ്ട്രെച്ച് ഡ്രൈവ് ചെയ്യുമ്പോൾ ഇൻ ബിറ്റ്വീൻ നിർത്തിയാൽ നമുക്ക് ഉറക്കം ശരിയായില്ലെങ്കിൽ പാടല്ലേ. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു നന്നായി ഉറങ്ങി എഴുന്നേറ്റിട്ടൊക്കെ പോയാൽ മതി. അങ്ങനെ ഞങ്ങൾ 9 മണിയാകുമ്പോൾ പോവുകയാണ്. മക്കളൊക്കെ ആകെ ടയേർഡാണ്, വിശക്കുന്നുണ്ട്. ഞങ്ങൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പം കോഫി എല്ലാം എടുത്തിട്ടുണ്ട്. പിള്ളേർക്ക് മിൽക്കും. പിന്നെ ഇപ്പൊ പോകുന്ന വഴിയെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ട് അങ്ങ് പോകും. വണ്ടിയിൽ തന്നെ ഇരുന്ന്, അതുകൊണ്ട് ഒറ്റയടിക്ക് അങ്ങ് പോവാലോ. അപ്പൊ എനിവേസ്, ഇനി എവിടെയെങ്കിലും ഒക്കെ നിർത്തുമ്പോ കാണാം അല്ലേ കുട്ടോസ്? കുഞ്ഞാപ്പി ആകെ വിശന്നിട്ട് ഞങ്ങൾ വേഗം ഫുഡ് കൊടുക്കട്ടെ, ഒരു ഇൻട്രോ പറഞ്ഞിട്ട് കൊടുക്കാന്ന് വിചാരിച്ചു. അത്രേ ഉള്ളൂ. അപ്പൊ എനിവേസ്, ഇനി അങ്ങോട്ട് പോകുന്ന വഴിയെ കാണാട്ടോ. അപ്പൊ ബൈ ബൈ. ഞങ്ങൾ ഓൺ ദ വേ ആണ് കേട്ടോ BCയിലേക്ക്. ഞങ്ങളുടെ അവിടെ എഡ്മണ്ടനില് ഭയങ്കര വെയിലും ചൂടുമായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു BC വരെ പോയി മഴയൊന്ന് കണ്ടേക്കാന്ന്. BCയിലേക്ക് ഓൺ ദ വേ ആയിട്ടേ ഉള്ളൂ, എന്താ 1.5 മണിക്കൂർ സഞ്ചരിച്ചിട്ടേ ഉള്ളൂ. അപ്പത്തേക്ക് ഞങ്ങൾക്ക് മഴ കാണാനുള്ള അവസ്ഥ എന്താണ്? നല്ല മഴയാണ് ഗൈസ്, നല്ല മഴ. ഇന്നും നാളെയും ഒക്കെ വെതർ ചെക്ക് ചെയ്തപ്പോൾ നല്ല മഴയാണ്. പിന്നെ നമ്മളിത് നേരത്തെ ഹോട്ടലൊക്കെ ബുക്ക് ചെയ്ത് പോയത് കൊണ്ട് ഡേറ്റ് അറിയില്ലല്ലോ. പ്രാർത്ഥിക്കുന്നു മഴയൊക്കെ മാറി നല്ല വെയിലൊക്കെ വന്നാലാണല്ലോ നമ്മുടെ അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസ് ഒക്കെ നാളെ പോയി ചെയ്യാൻ പറ്റത്തുള്ളൂ. നാളെ നമ്മൾ അതിനൊക്കെയാണ് ബുക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്, ഔട്ട്ഡോർ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട്. അഡ്വഞ്ചറസ് ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് അല്ലേ ചാ? പക്ഷേ നല്ല മഴ, എന്താവും അറിയാൻ പാടില്ല. കയറാൻ പറ്റൂ എന്ന് പറഞ്ഞൂടാ. ടിക്കറ്റാണ് ഓൾറെഡി എടുത്തും പോയി. പിന്നെ ഏറ്റവും വലിയ കോമഡി എന്താന്ന് ചോദിച്ചാൽ, 5 പൈസക്ക് വെയിലില്ല. കടാ, ഒട്ടും വെയിലില്ല. നമുക്ക് നേരെ ചുമ്മാ നോക്കാം. എന്നാലും ഞങ്ങള് കണ്ണാടി വെച്ചേ വണ്ടി ഓടിക്കോളൂ. ആൽബർട്ട കരയാണ്, അത് സന്തോഷമല്ല. ഞങ്ങൾ പോകുന്നതിന്റെ സങ്കടത്തിൽ ആൽബർട്ട കരയാണ്. മൊത്തം മഴ. ഞങ്ങളൊരു 3-3.5 മണിക്കൂർ ഇപ്പൊ ട്രാവൽ ചെയ്തു. നോഡെഗ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തെത്തി. ഗ്യാസ് അടിക്കാൻ കയറിയതാണ്. കാരണം ഇവിടെ മാത്രമേ ഒരു ഗ്യാസ് സ്റ്റേഷൻ ഞങ്ങൾ കണ്ടുള്ളൂ കേട്ടോ വന്ന വഴിക്ക്. ചിലപ്പോൾ ഞങ്ങൾക്ക് മിസ്സായതായിരിക്കും, പക്ഷെ ഞങ്ങൾ കണ്ടത് ഇത് മാത്രമേ ഉള്ളൂ. വന്നപ്പോൾ ഞങ്ങൾക്ക് വിശന്നപ്പോൾ ഞങ്ങളൊരു ആപ്പിൾ പൈ മേടിച്ചു. ഇവിടെ അത് മാത്രമേ ഉണ്ടായുള്ളൂ, അതുകൊണ്ട് മേടിച്ചതാണ്. പക്ഷേ വലിയ ഗുണമൊന്നുമില്ല, നല്ല കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ആണെന്ന് കരുതി ഞങ്ങൾ കഴിക്കുന്നു. നല്ല രസമാണ് ഇതിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ. എന്താ ഇപ്പൊ പറഞ്ഞു തരാ, നല്ലൊരു സീനിക് എഫക്റ്റ് നമുക്ക് കിട്ടുന്ന നല്ലൊരു പ്ലേസ് ആയിട്ട് ഫീൽ ചെയ്തു. ഇത് ആക്ച്വലി നമ്മളിപ്പോ ബാൻഫിന്റെ സൈഡിൽ കൂടെ ഗോൾഡനിലെ വഴിയാണ് കേട്ടോ നമ്മൾ റെവൽസ്റ്റോക്കിലേക്ക് പോകുന്നത്. ഇപ്പോൾ റെവൽസ്റ്റോക്കിലേക്ക് പോകുന്ന വഴിയൊക്കെ നല്ല ഭംഗിയുള്ള വഴികളാണ് കേട്ടോ. ആദ്യം കുറച്ചൊക്കെ നമുക്ക് ബോറടിച്ചു, കാരണം ഓഫ് കോഴ്സ് റോയിച്ചൻ ചെറുതായിട്ടൊന്ന് മയക്കി തുടങ്ങി. പിന്നെ നമ്മൾ പോകുന്ന വഴിയാണെങ്കിലും വലിയ ഭയങ്കര കാഴ്ചകൾ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. കുറേ വയലും പാടവും ചുമ്മാ കുന്നും ഒക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പൊ നല്ലൊരു വെറൈറ്റി ഫീലൊക്കെ ആയി തുടങ്ങി. പിന്നെ ഓഫ് കോഴ്സ് 2-2.5 മണിക്കൂറോടെ കഴിഞ്ഞ് നമ്മുടെ സ്ഥലത്തെത്തും എന്നൊരു അറിവ് നമുക്ക് കിട്ടിയത് കൊണ്ട് കുറച്ചുകൂടെ ഫ്രഷ് ആയി എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. ഞങ്ങൾ അന്താക്ഷരി കളിക്കായിരുന്നു. അന്താക്ഷരി നമ്മുടെ പഴയ കടലിനക്കരെ പോണവര് ഓർമ്മയുള്ളവർക്ക്.
വെൽക്കം ടു ഗോൾഡൻ. അങ്ങനെ നമ്മളിതാ ഗോൾഡനിലേക്ക് വെൽക്കം ചെയ്തിരിക്കുന്നു അവര് നമ്മളെ. ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ റിവൽ സ്റ്റോക്ക്. ഇടതൂർന്ന് നിൽക്കുന്ന മരച്ചില്ലകളുടെ ഇടയിലൂടെ ഉള്ള ഈ യാത്ര എത്ര സുന്ദരവും രമണീയ മനോഹരവും പറഞ്ഞാൽ ഒതുക്കാൻ പറ്റാത്ത വാക്കുകൾക്ക് അതീതവുമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതെ, എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ മാത്രം തിരുത്തുക. എന്റെ ഭർത്താവേ, എന്തൊക്കെ വാക്കുകളല്ലേ. കവിത കൊട്ടത്. കോട ഇറങ്ങി. ആദ്യം മറ്റേ കോട കുഞ്ഞി കോടയായിരുന്നു. കുഞ്ഞി കോടാന്നൊക്കെ എന്തൊക്കെ പറയണേ അല്ലേ. കുഞ്ഞി ഫോഗ് പോലെ ഇങ്ങനെ ആ മേളില് മാത്രമേ ഉണ്ടായുള്ളൂ. ഇപ്പൊ ഇങ്ങനെ ഇറങ്ങി 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 വരുന്നുണ്ട് ആ കോട. ചെറിയൊരു ടണലാണെന്ന് തോന്നിയാലും കുറച്ചധികം ദൂരം ഉണ്ട് കേട്ടോ ഈ ടണലിന്. നല്ല രസമാണ്. ഇതിനകത്ത് ലൈറ്റ്സ് വെച്ചിരിക്കുന്ന കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. ഞങ്ങള് പണ്ട് പോയപ്പോ 2 വർഷം മുന്നേ അല്ലേ 2 വർഷം മുന്നേ പോയപ്പോ ഈ ചാനലിന്റെ ഒരു കുഞ്ഞു വീഡിയോ എടുത്തിരുന്നു. പക്ഷെ അത് കിട്ടിയില്ല. എടുത്തെങ്കിലും കിട്ടിയില്ല. ഇതൊന്ന് ഇത് വൈപ്പ് ചെയ്ത് കളഞ്ഞ് മഴ പൊടിഞ്ഞോണ്ടിരിക്കുക. അന്ന് നമ്മള് വ്ലോഗ് ഒന്നുമില്ല, ചാനലും ഒന്നുമില്ല. പിന്നെ നമ്മളെ വീഡിയോ പോയി, അത് കഴിഞ്ഞു പോയി. പക്ഷെ ഇപ്പൊ ആ ചാനലിൽ കൂടെ തന്നെ വീണ്ടും പോകാനുള്ള ഭാഗ്യം കിട്ടിയത് കൊണ്ടും. അയ്യോ, മേളില് നല്ലൊരു വാട്ടർഫോൾ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ വെള്ളം കുറവായതുകൊണ്ടാന്ന് തോന്നുന്നു വാട്ടർഫോൾ ഒന്നും ഇല്ല. ചെറിയൊരു ഇതേ ഉള്ളൂ. ചാനൽ എന്ത് രസമാണല്ലേ. ആക്ച്വലി അപ്പുറത്താണ് കേട്ടോ, ഈ അപ്പുറത്ത് കാണുന്നതാണ് ഇങ്ങോട്ടേക്കുള്ള ലൈൻ. പക്ഷെ നല്ല ഭംഗിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. നല്ല ലോങ്ങും ആണ്, നല്ല ലൈക്ക് സ്ട്രോങ് ആയിട്ട് അവരുണ്ടാക്കിയിരിക്കുന്നത്. നല്ല നല്ല രസമായിട്ട് ഉണ്ടാക്കി ചെയ്തിട്ടുണ്ട്. ഞാൻ ഇങ്ങനത്തെ ഒന്നും ചാനൽ കണ്ടിട്ടില്ല അതിക്ക് മുന്നേ. ഓ, ഇത് കഴിഞ്ഞില്ല കേട്ടോ, 3 എണ്ണം ഉണ്ട്. ആക്ച്വലി ഇത് സെക്കൻഡ് വണ്ണായിരുന്നു. ഇനി ഒരെണ്ണം കൂടിയുണ്ട്. ആക്ച്വലി ഇത് 3 എണ്ണം ഒന്നും അല്ല കേട്ടോ, കുറേ ഉണ്ട്. അല്ല, ഇതിപ്പോ 5ാമത്തെയാണ്. ഞാൻ എണ്ണിക്കൊണ്ടിരുന്നിട്ട് ഇതിപ്പോ 5ാമത്തെ ടണലാണ്. സെക്കൻഡ് ടണലായിരുന്നു വലുത്. ബാക്കിയെല്ലാം ചെറിയ ചെറിയ ടണൽസ് ആണ്. പക്ഷെ കോട ഇങ്ങനെ ഇറങ്ങി. കോട ഇറങ്ങി 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 ഹാഫ് വേ ത്രൂ എത്തിയിട്ടുണ്ട്. നമ്മള് അവിടെ എത്തുന്ന ടൈം ഇവര് പറയുന്നത് 5:30 ഇനിയിപ്പൊ എങ്ങനെയാണെന്ന് അറിയാൻ പാടില്ല. സൂം ആവുന്നില്ല. ഫൈനലി റെവൽ സ്റ്റോക്ക് കിട്ടിയെന്ന് തോന്നുന്നു. ഓ വാവ്, റെവൽ സ്റ്റോക്കിലേക്ക് നമ്മൾ എൻട്രി ചെയ്ത് കഴിയുമ്പോൾ ഫസ്റ്റ് ബ്രിഡ്ജ് ആൻഡ് എ ബ്യൂട്ടിഫുൾ ലേക്ക്. ബ്രിഡ്ജ് കാണാൻ നല്ല ഭംഗിയുണ്ട്. പക്ഷെ ഇത് ക്യാമറയിൽ വരുമ്പോൾ എങ്ങനെ കാണുമെന്ന് അറിയില്ല. നമുക്ക് നേരിട്ട് ഇതിലിങ്ങനെ പോകുമ്പോൾ നല്ല രസമുണ്ട്. നല്ല മഴയാണ് കേട്ടോ. മഴ ചതിച്ചു ഞങ്ങളുടെ പൈപ്പ് കോസ്റ്റർ, ഞങ്ങളുടെ അഡ്വഞ്ചറസ് പാർക്ക് എന്താവുമെന്നോ. ഇത് നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്ന റിസോർട്ടിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ. ആ പോകുന്ന വഴിയിലുള്ള കാഴ്ചയാണ് ഇത്. നല്ല രസകരമായിട്ട് തോന്നി. നല്ല ബ്യൂട്ടിഫുൾ ഒരു ലേക്കായിട്ട് ഫീൽ ചെയ്തു. അതുകൊണ്ടാണ് കേട്ടോ ഇതിൻ്റെ വീഡിയോ എടുത്തത്. ആ സൂം ചെയ്ത് കാണിക്കുന്ന ട്രെയിൻ പാളം എന്ന് പറയുന്നത് ഒരു ഗുഹയാണ് കേട്ടോ. ആ ഗുഹയിലൂടെ പണിതേക്കണ കാണാൻ നല്ല രസമായിട്ട് തോന്നി. അതുകൊണ്ടാണ് അത് എടുത്തത്. പിന്നെ നാളെ നമ്മൾ പോകാൻ പോകുന്ന റെയിൽവേ മ്യൂസിയത്തിലും ഇതിൻ്റെ ഒരു ഇത് അവർ പണിത് വെച്ചിട്ടുണ്ട്. നല്ല രസമായിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ഇതിന് എന്തോ വലിയ കഥയൊക്കെ ഉണ്ട്. അതെന്താണെന്നൊന്നും എനിക്കറിയാൻ പാടില്ല, പറഞ്ഞുതരാൻ. എന്തായാലും കൊള്ളാം. നല്ല രസമുണ്ട്. നമ്മൾ ആക്ച്വലി ഇപ്പൊ ത്രിവാലിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ എത്താറായി, ഓൾമോസ്റ്റ് എത്തിക്കൊണ്ടിരിക്കുന്നു. ഒരു ചെറിയൊരു സ്പോട്ടും കൂടെ ഉള്ളൂ. നമ്മുടെ എൻഡ് പോർഷൻ എത്തിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഒന്ന് പോയി കിടന്ന് ഉറങ്ങിയാൽ മതി എന്ന് കാലൊക്കെ നീട്ടി വെച്ച്. മഴ ആയതുകൊണ്ട് മാത്രം നമുക്ക് എൻചാന്റഡ് ഫോറസ്റ്റ് ഇന്ന് മിസ്സായി. നല്ല മഴയാണ്, അതുകൊണ്ട് അത് മിസ്സായി. ഇന്ന് നാളെ എന്താ കാലാവസ്ഥ എന്ന് അറിയില്ല. നാളെ കാലാവസ്ഥ വെതർ കാണിക്കുന്ന മഴ നമുക്ക് നോക്കാം. ഇത് 2 സൈഡിൽ ലേക്കാണ് കേട്ടോ. നല്ല വ്യൂ പോയിന്റ് ആണ്, സൂപ്പർ വ്യൂ ആണ്. അങ്ങനെ നമ്മൾ ത്രിവാലിയിലേക്ക് എത്തിയിരിക്കുന്നത്. ത്രിവാലി എന്താണെന്നല്ലേ, ഇപ്രാവശ്യം ഞങ്ങൾ ത്രിവാലിയിലാണ് കേട്ടോ റൂം ബുക്ക് ചെയ്തിരിക്കുന്നത്. ഇന്നും നാളെയും ത്രിവാലിയിലാണ് സ്റ്റേ. ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അതിന്റെ കാരണം എന്താണെന്ന് ഓൺ ദ വേ നിങ്ങൾക്ക് മനസ്സിലാകും. നമ്മൾ അതിന്റെ തൊട്ട് ഫ്രണ്ടിലുണ്ട്. അപ്പൊ നമ്മൾ പോവുകയാണ് കേട്ടോ. ആ എക്സൈറ്റ്മെന്റ് എന്താണെന്നുള്ളത് ചെക്ക് ഇറ്റ് ഔട്ട് ഗൈസ്. ഓക്കെ, ഇതാണ് നമ്മുടെ ത്രിവാലി ലേക്ക് സ്റ്റാച്യു. നല്ല രസമായിട്ടുണ്ട് ഇവിടെയൊക്കെ സാധനമൊക്കെ. ചെക്കിങ്ങിന് പോവാം.
Is that hotel room? Yeah. See, with the reception. Look at this side. It's a library. Hi, Rono. Rono? How is it? Rono, this is the one we have same, right? But the small one. This is a little bit big. അങ്ങനെ ഇതാ വേഗം ചെന്ന് രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമുക്ക് കിട്ടാനുള്ള കീയും മേടിച്ചിട്ട് ഗോസ്റ്റ് ടൗണിൻ്റെ എൻട്രി പാസ് മേടിച്ചു. പോകേണ്ട വഴിയുടെ മാപ്പും മേടിച്ചുകൊണ്ട് നമ്മളിതാ നമ്മുടെ റൂമിലേക്ക് പോവാണ് ഗൈസ്. നമുക്ക് പാർക്കിംഗ് ഇനി വേണം. സോ പാർക്കിങ്ങിൻ്റെ സ്പേസിലേക്ക് ചെന്ന് പാർക്ക് ചെയ്ത് നമ്മുടെ സാധനങ്ങളൊക്കെ എടുത്ത് നേരെ റൂമിലേക്ക്. ഇതൊരു ലേക്കിൻ്റെ മിഡിലാണ് ഈ ഒരു റിസോർട്ട് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് ഭയങ്കര ഒരു ഭംഗിയാണ്. നമ്മുടെ മൗണ്ടൻ്റെ നടുക്ക്, ലേക്കിൻ്റെ നടുക്കാണ് ഇതിൻ്റെ റിസോർട്ട് പണിതിരിക്കുന്നത്. ചുറ്റും തോടൊഴുകുന്നുണ്ട്. തോടായിട്ടാണ് നമുക്ക് പറയുക, പക്ഷെ അവര് ലേക്കിന്റെ നടുക്കാണ് ഇത് വെച്ചിരിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കണേ. പക്ഷെ നല്ല രസമാണ് കേസ്. ഇതിൽ കൂടെ നടക്കാനൊക്കെ നമുക്ക് പോവാം. നമ്മുടെ റൂമിലേക്ക് നമ്മുടെ സാധനങ്ങളെല്ലാം എടി പിടി കൊണ്ട് വെച്ചിട്ട് നമുക്ക് നടക്കാൻ ഇറങ്ങാം. അപ്പോൾ ഇതിന്റെ ഫുൾ വ്യൂ റോയിച്ചിനെടുത്ത് കാണിച്ചു തരുന്നതായിരിക്കും. Okay, go ahead. Thank you, Aru. ട്രഡീഷണൽ റൂമാണ് നമ്മൾ ബുക്ക് ചെയ്തത്. ട്രഡീഷണൽ റൂം എന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കര സെറ്റപ്പ് ഒന്നുമല്ല, ചെറിയൊരു മുറിയാണ്. പക്ഷേ നമുക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു ചെറിയ മുറി. 2 ദിവസത്തേന് നല്ലതാണ് കേട്ടോ. റൂം കാണാം. ഇതാണ് നമ്മുടെ ഒരു വാഷ്റൂമാണത്. നോർമലി കണ്ടതിലും വെച്ചിട്ട് വലിയ വാഷ്റൂമായിട്ട് ഫീൽ ചെയ്തു. നമ്മൾ സാധാരണ കാണുന്നതിലും വലിയൊരു വാഷ്റൂമായിട്ട് ഹെയർ ഡ്രയറൊക്കെ അങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെന്താ, നോർമൽ ഒരു വാഷ്റൂം നല്ലതാണ്. പിന്നെ ഇവിടെ ഒരു ചെറിയ ഹാങ്ങിങ് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. 2 ക്വീൻ ബെഡ് ആൻഡ് എ ടേബിൾ വിത്ത് എ ബിഗ് മിറർ ഫോർ മീ ടു ലുക്ക്. പിന്നെ ഒരു TV, ഒരു ടേബിൾ. Here comes our balcony. Oh my goodness, look at the view, guys. This is what excited us. I'm okay, Manu. Come on. Look at that little lake. അതാണ് ആ ലേക്ക്. നമ്മൾ ലേക്ക് വ്യൂ ആണ് കേട്ടോ ചൂസ് ചെയ്തത്. ഇവിടുത്തെ എല്ലാം ലേക്ക് വ്യൂ ആണ് ഓൾമോസ്റ്റ്. ഇതാണ് അതിൻ്റെ ഒരു വാക്കിംഗ് പ്ലേസ് എന്ന് പറയണത്. നല്ല തടാകം പോലെ എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട് അവർ. നല്ല രസമായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. അടിപൊളി വ്യൂ എന്ന് പറഞ്ഞാൽ അടിപൊളി വ്യൂ. മലയുടെ മുകളിലെ ആ മഞ്ഞൊക്കെ ഇങ്ങനെ വരുന്നത് നമുക്ക് കാണാം. നല്ലൊരു കോടയും നല്ല രസമാണ് ഗൈസ്. പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഇതിൻ്റെ വ്യൂ. ഫോണിൽ നിങ്ങൾ വീഡിയോയിൽ ഇതെങ്ങനെ കാണുന്നതെന്ന് എനിക്കറിയില്ല, പക്ഷെ നേരിട്ട് കാണുമ്പോൾ അപാര വ്യൂ ആണ്. ഒന്നും പറയാനില്ല. സ്വർഗത്തിലൊക്കെ ചെന്നൊരു എഫക്റ്റ്. വാ, ഇനി നമുക്ക് വേഗം നടക്കാൻ പോവാച്ചായ. എന്റെ കുഞ്ഞിപ്പെണ്ണിനെ കണ്ടില്ലല്ലോ. എന്റെ കുഞ്ഞിപ്പെണ്ണാണെങ്കിൽ സൗന്ദര്യം ആസ്വദിച്ചോണ്ടിരിക്കും. Yeah, it's a big lake. Do you want to go swim there? Oh, yeah, sure. Are you sure? I want to It's go gonna to be very pool. deep though. Pool. പൂളില് നമുക്ക് പിന്നെ പോവാം. Why? ഇപ്പൊ നമുക്ക് വാക്കിംഗ് എൻജോയ് ചെയ്യാൻ പോവാം മഴയത്തും. Okay. നല്ല മഴയല്ല, നല്ലൊരു കുഞ്ഞു മഴ. കുഞ്ഞു മഴത്തുള്ളികളുടെ ഇടയിലുള്ള നടത്തം പോലെ ഫീൽ ചെയ്യുന്നു. ആ തോടൊക്കെ കാണിച്ചു കൊടുക്കുക. നല്ല ഒഴുക്കുള്ള വെള്ളമാണ് കേട്ടോ ഈ ലേക്കില്. റോണും ആയിരം തോട്ടിലേക്ക് വീണ് പോയാൽ പോകൂട്ടോ, ലേക്കിലേക്ക് ഒഴുകി എത്തും. Is it very deep? Yes, it is. I guess so. ഇവിടെയൊക്കെ തെന്നലുണ്ടോന്ന് പോലും നമുക്കറിയില്ല. ഇവിടെ നീങ്ങി നടന്ന റിസ്ക് ആണ് മക്കളെ. ആ കോടമഞ്ഞ്, ഈ ചാറ്റൽ മഴയും, ഈ തോടും, ആ ലേക്കും, പുഴയും, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഈ തോടും ആ പുഴയും. ആഹാ, ഇൻസ്റ്റന്റ് കവിത കൊട്ടുത്. അത് റോയിച്ചിന് എനിക്ക്. We can kayak. Amma, this is not deep. Amma, this is not deep. This is not here, but when you step down, you are. It's a sand. How do we get it?
നമ്മുടെ ആക്ച്വൽ പ്ലാൻ അനുസരിച്ച് നമ്മളിപ്പോൾ ഉണ്ടാവേണ്ടത് എൻചാൻറ്റഡ് ഫോറസ്റ്റിലോ അല്ലെങ്കിൽ സ്കൈ ട്രക്കിലോ ഒക്കെ ആയിരുന്നിരിക്കും കേട്ടോ. പക്ഷെ മഴ ചതിച്ചതുകൊണ്ട് മാത്രം നമുക്ക് അവിടെ പോകാൻ പറ്റിയില്ല. പക്ഷെ അതൊരു നഷ്ടബോധമായിട്ട് തോന്നുന്നേ ഇല്ല ഗൈസ്, കാരണം അത്ര ബ്യൂട്ടിഫുൾ നേച്ചറായിരുന്നു കേട്ടോ ഈ ഒരു സ്പേസ് എന്ന് പറയുന്നത്. മനസ്സിന് ഭയങ്കര ഒരു റിഫ്രഷ്മെൻറ്റ് തന്ന ഒരു ഏരിയയും കൂടിയായിരുന്നു കേട്ടോ. പിന്നെ ഒരുപാട് കാലത്തിന് ശേഷമായിരിക്കും എനിക്കിതുപോലെ ഒരു ഫാമിലി ടൈം ഒക്കെ കിട്ടുന്നത്. അത് ഞാൻ മാക്സിമം എൻജോയ് ചെയ്തു. മക്കളായാലും നല്ലതുപോലെ എൻജോയ് ചെയ്യുന്നത് കണ്ടപ്പോൾ ഒരു സന്തോഷം. അതിന് ആദ്യം തന്നെ ദൈവത്തോട് നന്ദി പറയട്ടെ കേട്ടോ. ഈ ഒരു സായാഹ്നം ഇത്രയൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ കുറേ സംസാരിച്ച് നടന്നു. അതിനുശേഷം റൂമിൽ പോയിട്ട് കുളിച്ച് പ്രാർത്ഥിച്ച് ഫുഡ് കഴിച്ച് കിടന്നുറങ്ങി. നാളത്തെ ദിവസം അടിപൊളി ഒരു ദിവസം ആവട്ടെ, മഴയൊക്കെ മാറട്ടെ എന്ന പ്രാർത്ഥനയോടെയാണ് കേട്ടോ നമ്മൾ കിടന്നത്. പിന്നെ ഈ ഒരു നിമിഷമൊക്കെ നമ്മൾ ഒത്തിരി ഡാൻസ് ഒക്കെ ചെയ്ത് എൻജോയ് ചെയ്തു. അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും നാളത്തെ വീഡിയോസ് ആരും കാണാതിരിക്കരുത്. ഒരുപാട് അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്ന ഒരു ദിവസം കൂടിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.